നമസ്കാരം, കൃതീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൊണ്ടാണ്. ക്യാരറ്റ് എന്ന് പറയുന്നത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒന്നാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഈ ക്യാരറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗർ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ലെവല് കുറച്ച് കൊണ്ടുവരികയാണ് ക്യാരറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെയധികം ബെനഫിഷ്യലാണ് ഈ ക്യാരറ്റ്സ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരു ദിവസം ഒരു 2 ക്യാരറ്റ് വരെയൊക്കെയാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാവുന്ന ഒരു അളവെന്ന് പറയുന്നത്. ക്യാരറ്റിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ക്യാരറ്റ് കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാലും പഞ്ചസാരയും ഇല്ലാതെയാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. പാലും പഞ്ചസാരയും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് 2 ക്യാരറ്റാണ് വേണ്ടത്. 2 ക്യാരറ്റ് ഇവിടെ പീൽ ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തോണ്ട് വരാം. 2 ക്യാരറ്റും ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തും കൊടുക്കുന്നുണ്ട്. കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 4 വിസിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് മധുരത്തിന് പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണിത്. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്കായയാണ്. അതിൻ്റെ അകത്തെ ആ തൊലിയൊക്കെ മാറ്റിയിട്ട് മണികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരാം. ഇതിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് ബദാം മിൽക്കാണ്. ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ബദാം മിൽക്കും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നുകൂടെ അടിച്ചെടുത്തോണ്ട് വരാം. ബദാം മിൽക്കും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറൊക്കെയാണ്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പശുവിൻ പാൽ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ പശുവിൻ പാൽ ഒഴിവാക്കിയിട്ട് ബദാം മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി കൂടി ഹെൽത്തി ആയിരിക്കും. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ച് സ്ലൈസ് ചെയ്ത ബദാം കൂടെ ചേർത്തുകൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിനകത്തേക്ക് ബദാം മിൽക്ക് കൂടെ വരുമ്പോൾ സൂപ്പർ ഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. 15 ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് മധുരമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ ഡേറ്റ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കാതെ ഡേറ്റ്സ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയി കിട്ടും. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാലും ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഒരു ദിവസം 2 ഡേറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പഞ്ചസാരയും പാലും ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും.
വീണ്ടും കാണാം ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.